أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين. سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1553 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 106 മുതൽ 113 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദ്ബിഹിൻ അളീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. സലാമുൻ അലാ ഇബ്രാഹീം كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 106 മുതൽ 113 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് സൂറത്ത് സ്വാഫാത്തിൽ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നത്. 83-ാമത്തെ ആയത്ത് മുതൽ 113 വരെയുള്ള ആയത്തുകളിലാണ് ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണം വരുന്നത്. അതിന്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തു സോഫാത്തിലെ വിവരണങ്ങളുടെ പഠനം ഈ ആയത്തുകളോടുകൂടി പൂർത്തിയാക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇറാഖിൽ അദ്ദേഹം നേരിട്ട ആ പ്രതിസന്ധികളുടെയൊക്കെ ഘട്ടം കഴിഞ്ഞ് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട് അല്ലാഹു അദ്ദേഹത്തെ പ്രത്യേകമായ ഒരു ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം നാട് ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയ കാര്യം നമ്മൾ കാണുകയുണ്ടായി. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. സ്വാലിഹുകളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥന. പിന്നീട് ഒരിക്കല് അള്ളാഹു അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ച കാര്യം ഫബശർനാഹു ബിഗുലാമിൻ ഹലീം എന്ന ആയത്തിൽ തുടർന്ന് അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. സഹനശീലനായ ഒരു പുത്രനെ അള്ളാഹു അദ്ദേഹത്തിന് നൽകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു. അതിനെ തുടർന്ന് ആ പുത്രൻ
ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പം പല പ്രയത്നങ്ങളിലും ഏർപ്പെടാനുള്ള പ്രായമായ ഘട്ടത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആ സ്വപ്നം പരാമർശിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറയുന്നത് നമ്മൾ കണ്ടു. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മകനെ, ഞാൻ സ്വപ്നത്തില് നിന്നെ അറുക്കുന്നതായിട്ടാണ് കാണുകയുണ്ടായത്. എന്താണ് ഇത് സംബന്ധമായി നിന്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പുത്രൻ പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅ്മർ. ബാപ്പ, നിങ്ങൾ കൽപ്പിക്കപ്പെട്ട വിധത്തിൽ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞാൻ സഹനം അവലംബിക്കുന്നവനായിട്ട് താങ്കൾക്ക് കാണാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആ സ്വപ്നം ദൈവിക നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി മുതിരുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ, പുത്രനെ നിലത്ത് കമഴ്ത്തി കിടത്തി അറുക്കാൻ വേണ്ടി കയ്യോങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് വനാദൈനാഹു അയ്യ ഇബ്രാഹിം, ഇബ്രാഹിം എന്നൊരു വിളി അദ്ദേഹം കേൾക്കുന്നത്. അത് സദ്ദഖ്ത റുഇയ, താങ്കള് ആ സ്വപ്നം സത്യസന്ധമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. സ്വപ്നത്തിലൂടെ നൽകപ്പെട്ട നിർദ്ദേശം താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഈ വിധത്തിലാണ് നിശ്ചയമായിട്ടും നാം മുഹ്സിനുകൾക്ക് പ്രതിഫലം നൽകുന്നത്. സുഹൃതവാന്മാർക്ക് ഈ നിലക്കാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു ആ ഇടപെടലിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വളരെ ഉയർന്ന യോഗ്യതയുള്ള, വ്യക്തിത്വ ഗുണമുള്ള, അള്ളാഹു വളരെ വിശിഷ്ടമായ വിധത്തിൽ മുഹ്സിൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിച്ച, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ സന്നദ്ധനായ വ്യക്തിയാണല്ലോ. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം ബാക്കി സംഭവങ്ങളെ നമുക്ക് വിലയിരുത്താൻ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രകടമാക്കിയ അദ്ദേഹത്തിന്റെ അള്ളാഹുവിനുള്ള സമർപ്പണവും തഖ്വയും ഒക്കെ കാരണമായിട്ടാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ പലതിനും യോഗ്യതയുള്ളവനായി വളർന്നു വരുന്ന ഘട്ടത്തില് അള്ളാഹു ഒരു കാര്യം പരീക്ഷിച്ചറിയുക എന്ന ഒരു സംഗതിയിലേക്ക് നീങ്ങുകയാണ്. യഥാർത്ഥത്തില് യോഗ്യതയുള്ള, അള്ളാഹു ഏതെങ്കിലും വിധത്തിലുള്ള നിഅമത്ത് നൽകപ്പെട്ട ആളുകളൊക്കെയും തന്നെ ആ നിഅമത്തിന്റെ പേരിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാകും എന്നതാണ് വസ്തുത. ആ പരീക്ഷണ ഘട്ടത്തില് അയാൾ സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹനായി മാറുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. എന്നിട്ട് ഒരു പുത്രൻ, യോഗ്യനായ ഒരു പുത്രനെ നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് അതേ വിഷയത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് അദ്ദേഹം മുഹ്സിനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഫലത്തിന് അദ്ദേഹത്തെ അർഹനാക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു കാര്യമാണ് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നത്. മുഹ്സിനുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് എപ്പോഴും ബലാ നൽകിക്കൊണ്ടിരിക്കും. അത് അവർക്കുള്ള ഒരു അവസരമായിട്ടാണ്. അള്ളാഹുവിനുള്ള സമർപ്പണം അവര് കറകളഞ്ഞ വിധത്തിൽ വ്യക്തിപരമായ ചാപല്യങ്ങളോ താല്പര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിനുള്ള സമർപ്പണം അതിന്റെ നിർമ്മലമായ, നിഷ്കളങ്കമായ വിധത്തിൽ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൂടുതൽ പ്രതിഫലത്തിന് അർഹനാകുക എന്നതാണ് അത്തരം പരീക്ഷണങ്ങൾ നൽകപ്പെടുന്നതിൽ ഓരോരുത്തർക്കും അടങ്ങിയിട്ടുള്ള സാധ്യത.
വലിയൊരു നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അസ്റാറുകൾ മനസ്സിലാക്കാൻ, ചില ദൈവിക നടപടികളുടെ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് ഈ വിവരണം വളരെയേറെ ഉപകരിക്കും. നമ്മുടെ പല പ്രയത്നങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല സംഗതികളിലും അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാവുന്നത്, നമ്മൾ കണക്കൂട്ടാത്ത ചില പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുന്നത് ഒക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അബദ്ധം ഉണ്ടായത് കൊണ്ടോ നമുക്ക് പിഴവ് പറ്റുന്നത് കൊണ്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ അത് നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആളുകളായി, അള്ളാഹുവിനോട് അർപ്പണബോധത്തോടു കൂടി അടുക്കുന്ന ആളുകളായി മാറാൻ ഒരു അവസരം അള്ളാഹു സൃഷ്ടിക്കുകയാണ്. നമ്മുടെ യോഗ്യത അതിലൂടെ അള്ളാഹു പരീക്ഷിച്ചറിയുകയാണ്. അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹു തുടർന്ന് നമുക്ക് നൽകുക. അപ്പോ ഇബ്രാഹിം അലൈഹിസ്ലാമിന് അള്ളാഹു വളരെ വർദ്ധിച്ച പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ വിധത്തിൽ നിശ്ചയമായിട്ടും നാം മുഹ്സിനുകളെ, സുഹൃതവാന്മാരെ, അവർക്ക് സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ജസാ നൽകുന്നു. ജസാ നൽകിയ കാര്യമല്ല യഥാർത്ഥത്തിൽ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് ഒരു പരീക്ഷണം നൽകിയ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് ഈ വിധമാണ് നാം മുഹ്സിനുകൾക്ക് ജസാ നൽകുന്നത് എന്നാണ്. അപ്പോൾ അത് തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പൊ നൽകുന്ന സൂചന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഓരോ പരീക്ഷണവും ആ പരീക്ഷണം ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. ആ അവസരം ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് അവർക്ക് വലിയ പ്രതിഫലത്തിനുള്ള കാരണമായിട്ട് മാറുന്നു. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിധത്തിലാണ് നാം മുഹ്സിനുകൾക്ക് പ്രതിഫലം ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾ ഈ ആയത്തിനെ ഒരൽപ്പം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ആശയ വിവർത്തനം നൽകി മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം എന്നതിൽ സംശയമൊന്നുമില്ല. ഈ വിധത്തിലാണ് നാം മുഹ്സിനുകൾക്ക് ജസാ നൽകുന്നത് എന്നാണല്ലോ പറയുന്നത്. ജസാഇനുള്ള അവസരമാണ് അള്ളാഹു ഒരുക്കുന്നത്. അതിനുള്ള യോഗ്യത ഓരോ മുഹ്സിനായ ആളും സ്വയം നേടുകയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണ്ടത്. അപ്പൊ അവസരങ്ങളൊക്കെ തന്നെയും ഇന്റൻഷണൽ ആയിട്ട് അള്ളാഹു ബോധപൂർവമായിട്ട്, ഉദ്ദേശപൂർവമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നമ്മൾ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ടെസ്റ്റ്. സകല പ്രതിസന്ധികളും തിരിച്ചടികളും പ്രയാസങ്ങളും നമ്മൾ എന്തൊക്കെ അൺടുവേർഡ് ആയിട്ടുള്ളത് നേരിടേണ്ടി വരുന്നുണ്ടോ അതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ ജസാ ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് മുഹ്സിനുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുക്കുന്നതാണ്. അത് വലിയൊരു അവസരമാണ്, നമുക്കുള്ള വലിയൊരു സാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹ്സിനുകൾ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുക, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നതാണ് ഇവിടെ ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് ഇന്ന് ഞാൻ വായിച്ച ഭാഗം നോക്കുക. തുടർന്ന് അള്ളാഹു ഈ സംഭവങ്ങളെ കുറിച്ച് അതിന്റെ ദൈവികമായ അസ്റാറ് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഹാദാ ഹുവ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ എന്നാണ് അള്ളാഹു പറയുന്നത്. നിശ്ചയമായിട്ടും ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇവിടെ വിവരിക്കപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്ലാമിനെ ബലി നൽകാൻ ആയിട്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം അടങ്ങിയിട്ടുള്ള സ്വപ്നം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും ഒരു തെളിഞ്ഞ പരീക്ഷണം തന്നെയായിരുന്നു. വ്യക്തമായിട്ടും അത് ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പുത്രബലി നടത്താൻ, നരബലി നടത്താൻ ഒരിക്കലും അള്ളാഹു ആരോടും ആവശ്യപ്പെടൂല. ഇത് അള്ളാഹുവിന്റെ വിശിഷ്ടനായ ഒരു പ്രവാചകന് അദ്ദേഹത്തിന്റെ സമർപ്പണം എത്രത്തോളമാണ് എന്നത് തെളിയിക്കുന്നതിനുള്ള, അദ്ദേഹത്തിന് കൂടുതൽ ജസാ നൽകുന്നതിന് അവസരം സൃഷ്ടിക്കാൻ വേണ്ടി നൽകപ്പെട്ട ഒരു പരീക്ഷണം മാത്രമാണിത്.
ഒരിക്കലും തന്നെ നരബലി നടത്താൻ അള്ളാഹു ഒരാളോടും ആവശ്യപ്പെടില്ല, പ്രവാചകന്മാരോട് പോലും ആവശ്യപ്പെടില്ല. അതൊരു ബലാ മാത്രമാണ്. അതാണ് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം. ആരും അതിനെ ഉത്രബലി നടത്താൻ, നരബലി നടത്താനുള്ള ഒരു നിർദ്ദേശമാണ്. അള്ളാഹുവിനെന്തോ ഈ രണോത്സുകനാണ്, അങ്ങനെ രക്തം ചിന്തുന്നതിലാണ് അള്ളാഹുവിന് ആനന്ദം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ജനകമായ വായനകൾ പലരും നടത്തുന്നത് കാണാം. എന്നിട്ട് അങ്ങനെയാണ് ഇസ്ലാം അതിനെക്കുറിച്ച് പറയുന്നത് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും യഥാർത്ഥ സത്യവിശ്വാസികൾക്കില്ല. പുത്രനെ അറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം അള്ളാഹു ഒരാളോടും നൽകുകയില്ല, പ്രവാചകന്മാരോടും നൽകുകയില്ല. ഇവിടെ ഇതെന്താണ്? ഇബ്രാഹിം അലൈഹിസ്ലാമിന് ഏറ്റവും ഉന്നതമായ ഒരു പദവി അള്ളാഹു നൽകിയ കാര്യം സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഇന്നി ജായിലുക ലിന്നാസി ഇമാമ എന്ന് അള്ളാഹു പറയുന്നത് വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ, അള്ളാഹു ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയുണ്ടായി എന്നതിനെ തുടർന്നാണ്. ഫതമ്മഹുന്ന, അദ്ദേഹം അതൊക്കെയും പൂർണ്ണമായി പൂർത്തിയോടുകൂടി, അതിന്റെ തികവോടുകൂടി പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് അള്ളാഹു പറയുകയുണ്ടായത് ഇന്നി ജഅലുക ലിന്നാസി ഇമാമ, ജനതതികൾക്കുള്ള നായകനായിട്ട്, ഇമാമായിട്ട്, മാതൃകയായിട്ട് താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ ഏറ്റവും മഹോന്നതമായ ഒരു പദവിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉപവിഷ്ടനാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞതാണ്. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് നരബലി നടത്താനോ പുത്രബലി നടത്താനോ അതെന്തോ ഒരു പുണ്യമുള്ള കാര്യമാണ് എന്ന വിധത്തിലോ അല്ല. വളരെ തെളിമയോടുകൂടി അള്ളാഹു ഇവിടെ പറയുകയാണ്, ഇന്ന ഹാദ ലഹുവൽ ബലാ ഉൽ മുബീൻ, നിശ്ചയമായിട്ടും ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ടതില്ല, ഇത് വളരെ തെളിമയുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദീർഘകാലത്തെ പ്രതീക്ഷയ്ക്കും കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒടുവിലായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച സന്താനത്തെ ലഭിച്ചപ്പോ ആ മകൻ വളർന്നു വരുന്ന, കണ്ണിന് ആനന്ദം പകരുന്ന ഒരു പുത്രനായിട്ട് വളർന്നു വരുന്ന ഒരു കാഴ്ചയിൽ അദ്ദേഹം മതിമറന്നു പോകുന്നു. ഈ പുത്രനെ പോലെയുള്ള അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തെ അള്ളാഹുവിനേക്കാൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായി മാറുന്നുണ്ടോ എന്ന വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് കാര്യം. അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് അള്ളാഹുവിലുള്ള വളരെ ദൃഢമായ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തേടിക്കൊണ്ടിരുന്ന കാര്യം, എന്നിട്ട് അത് സാക്ഷാത്കരിക്കപ്പെട്ടപ്പോ അക്കാര്യത്തില് പ്രതിബദ്ധത അള്ളാഹുവിനോട് ആണ് പൂർണ്ണമായും വേണ്ടത് എന്നൊരു കാര്യം വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന നിലപാടില് വീഴ്ച വരികയും മകനെ ഏറെ സ്നേഹിക്കുന്നതിൽ, ഇഷ്ടപ്പെടുന്നതിൽ അങ്ങ് മുഴുകിപ്പോവുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുന്നുണ്ടോ? അതല്ല, അള്ളാഹുവിനെ തന്നെ സമുന്നതനായി കണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ് അതിനേക്കാളൊക്കെ പ്രധാനം എന്ന നിലക്ക് അദ്ദേഹം തുടർന്നും മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യം തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം. അത് എന്തിനു വേണ്ടിയാണ്? ഒരു സാധാരണ മനുഷ്യന്റെ കാര്യത്തിലല്ല ഇത്. ജനതതികളുടെ നായകനാകാനിരിക്കുന്ന ഒരാള്, ജനതതികളുടെ മാതൃകയാവാനിരിക്കുന്ന ഒരാള് അത്രയും ഉയർന്ന നിലവാരത്തിലും ഗുണഗണങ്ങളുള്ള വിധത്തിലുമായിരിക്കണം. ഇതാണ് അള്ളാഹു അക്കാര്യത്തിൽ കാണുന്ന ആ പരീക്ഷണത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കാണുന്ന ഒരു സംഗതി എന്നത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പോ അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത് ഇന്ന ഹാദ ലഹു അൽ ബലാ ഉൽ മുബീൻ, നിശ്ചയമായിട്ടും ഇത് വളരെ തെളിഞ്ഞ വിധത്തിൽ തന്നെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, ഇതൊരു പരീക്ഷണമായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളുടെയും ഒടുവിലാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ജനതതികളുടെ നായകനായിട്ട് നിശ്ചയിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന ഹാദ ലഹു അൽ ബലാ ഉൽ മുബീൻ, തീർച്ചയായിട്ടും ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനുള്ള ഒരു വ്യക്തമായ തെളിമയുള്ള പരീക്ഷണം തന്നെയായിരുന്നു.
എന്നിട്ട് തുടർന്ന് പറയുകയാണ് വഫദൈനാഹു, അദ്ദേഹത്തിന് പകരമായി നാം ദണ്ഡം നൽകി. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയെറുക്കുന്നതിന് പകരം ബലി നൽകാനായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ബിദ്ബിഹിൻ അളീം, ഒരു മഹത്തരമായ ബലി തന്നെ നൽകുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ബലിയെറുക്കാൻ ഇസ്ലാമിക സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, അതുപോലെ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത്, ഒരു വലിയ ആടിനെയാണ്, ഒരു മുട്ടൻ ആടിനെയാണ് ഈ സന്ദർഭത്തില് ബലി നൽകാനായിട്ട് അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുന്നത്. ബൈബിൾ നൽകുന്ന സൂചനകളും ഇസ്ലാമിക സ്രോതസ്സുകളിലുള്ള ഈ ബൈബിളിന്റെ സ്രോതസ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവരണങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത്, മലക്കുകള് ആ സന്ദർഭത്തില് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലിയെറുക്കുന്നതിന് പകരമായി ബലിയെറുക്കാൻ വേണ്ടി ഒരു വലിയ ഒരു മുട്ടൻ ആടിനെ തന്നെ കൊണ്ടുവന്ന് നൽകുകയായിരുന്നു എന്നതാണ്. അപ്പോ അത് അതേ വിധത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്തായാലും ഭാഷാപരമായിട്ട് ഇവിടെ പറയുന്ന കാര്യം വഫദൈനാഹു, അദ്ദേഹത്തിന് പകരമായി ദണ്ഡമായി നാം നൽകുകയുണ്ടായി. ബിദ്ബിഹിൻ അളീം, ഒരു അതിമഹത്തരമായ ഒരു ബലി തന്നെ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഒരു ബലിമൃഗത്തെ നാം അതിന് പകരമായി നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ എന്നിട്ട് പറയുന്നത് വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൻതലമുറകളുടെ കാര്യത്തിൽ, പിൻതലമുറകളിൽ അല്ലെങ്കിൽ പിന്നീട് വന്ന സമൂഹങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നാം ഒരു വളരെ ശ്രദ്ധേയമായ ഒരു സൽകീർത്തി തന്നെ അവശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ്. വതറക്ന അലൈഹി, അദ്ദേഹത്തിനായി നാം അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിനായി നാം ശേഷിപ്പിച്ചു. എന്താണ് ശേഷിപ്പിച്ചിട്ടുള്ളത്? വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലത്തുള്ള ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിനായിട്ട് നാം ശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ഭാഷാപരമായി. അതിന്റെ സൂചന അദ്ദേഹത്തിനായിട്ടൊരു വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കീർത്തി, ഒരു പ്രസിദ്ധി അദ്ദേഹത്തിന് നാം സമൂഹത്തില് പിൻതലമുറകളിൽ അവശേഷിപ്പിക്കുകയുണ്ടായി എന്നാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ സമർപ്പണ ബോധത്തിന്റെ പേരിൽ അള്ളാഹുവിന് പൂർണ്ണമായി അർപ്പിക്കാനും പൂർണ്ണമായിട്ട് തവക്കുല് ചെയ്യാനും അതുപോലെ സഹനം അവലംബിക്കാനും കാണിച്ച അദ്ദേഹത്തിന്റെ സന്നദ്ധത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വന്ന തലമുറകളിലെ ആളുകൾക്കൊക്കെ തന്നെയും അവർക്കിടയിലൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു സൽകീർത്തിയായിട്ട് നാം അവശേഷിപ്പിക്കുകയുണ്ടായി എന്ന സംഗതിയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. തറക്ന അലൈഹി എന്നതില് ഒരു പ്രോനൗൺ അടങ്ങിയിട്ടുണ്ട്, ഒരു ലമീർ അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിനായിട്ട് നാം അവശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് അതിന്റെ തൊട്ടു മുന്നേ പറഞ്ഞ ഫദൈനാഹു എന്ന് പറഞ്ഞതിലെ ഒരു ലമീർ ഉണ്ട്. ആ ഫദൈനാഹു എന്ന് അതിലൊരു പ്രോനൗൺ ഉണ്ട്. ആ പ്രോനൗൺ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് പകരമായിട്ടാണ് അള്ളാഹു ഒരു മഹത്തരമായ ബലി നൽകിയിട്ടുണ്ടായത് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് തന്നെ നാം പിൽക്കാലക്കാരിൽ വലിയ കീർത്തിയും അവശേഷിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പിന്നെ അള്ളാഹു പറയുകയാണ് സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മേൽ, അദ്ദേഹത്തിന്റെ മേൽ ശാന്തി സമാധാനങ്ങൾ ഉണ്ടാവട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ, വീണ്ടും ഈ ആശയം ആവർത്തിക്കുകയാണ്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ വിധത്തിലാണ് നാം സുഹൃതവാന്മാർക്കുള്ള പ്രതിഫലം നൽകുന്നത് എന്നാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ പരീക്ഷണവും അതില് അദ്ദേഹം കാണിച്ച സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, സഹനം, അതുപോലെ സന്നദ്ധത, സമർപ്പണബോധം തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനൊക്കെയായി അദ്ദേഹത്തിന് നാം മഹത്തരമായ പ്രതിഫലം നൽകുകയും ഉണ്ടായി. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായിട്ടും അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്.
ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നമ്മുടെ മുഅ്മിനായ വിശ്വാസികളായ ഇബാദിൽപ്പെട്ടവനാണ് അദ്ദേഹം എന്ന് അള്ളാഹു വലിയൊരു അംഗീകാരം എന്ന നിലക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഇവിടെ ഒരു വിവരണം നൽകുകയാണ്. ബശർനാഹു ബി ഇസ്ഹാഖ, തുടർന്ന് ഇസ്ഹാഖിന് നാം അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ കൊണ്ടുള്ള ഒരു സന്തോഷ വാർത്തയും നൽകി. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷ വാർത്ത കൂടി അദ്ദേഹത്തിന് പിൽക്കാലത്ത് നാം നൽകുകയുണ്ടായി. നബിയ്യം മിനസ് സാലിഹീൻ, സുഹൃതവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ, ഒരു നബി. ആ നിലക്കാണ് ഇസ്ഹാഖിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുന്നത്. ഇതുവരെ പറഞ്ഞത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടാണ് എന്നത് സന്ദർഭത്തിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് പിന്നീട് ഒരിക്കല് അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ കൊണ്ടുള്ള സന്തോഷ വാർത്തയും നൽകുകയുണ്ടായി. ആരാണ് ഇസ്ഹാഖ്? അതാണ് പറയുന്നത് നബിയ്യം മിനസ് സാലിഹീൻ, സ്വാലിഹുകളായ നബിമാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇസ്ഹാഖ് എന്നൊരു പുത്രനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുന്ന കാര്യം സന്തോഷ വാർത്തയായിട്ട് അദ്ദേഹത്തിന് പിന്നീട് അറിയിക്കുകയുണ്ടായി. എന്നിട്ട് തുടർന്ന് പറയുന്നത് ബാറക്ന അലൈഹി വഅലാ ഇസ്ഹാഖ, ബാറക്ന അലൈഹി വഅലാ ഇസ്ഹാഖ, അദ്ദേഹത്തിനും ഇസ്ഹാഖിനും നാം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. ഇവിടെ അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ഇത് നേരത്തെ പരാമർശിച്ച പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലേക്കാണ് സൂചന എന്നത് തുടർന്നുള്ള വാക്കുകളിൽ നിന്ന് വ്യക്തമാകും. ബാറക്ന അലൈഹി വ അലാ ഇസ്ഹാഖ, അദ്ദേഹത്തിന്റെ മേലും ഇസ്ഹാഖിന്റെ മേലും എന്ന് പറഞ്ഞാൽ നേരത്തെ പരാമർശിക്കപ്പെട്ട ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മേലും അതുപോലെ ഇപ്പോ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ഹാഖിന്റെ മേലും നാം വർദ്ധിച്ച അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. വമിൻ ദുരിയതിഹിമ, ഈ രണ്ടാളുകളുടെയും സന്താന പരമ്പരയിലും നാം അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ആണ്, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ പുത്രനാണല്ലോ. ഈ രണ്ടാമത്തെ പുത്രന്റെ മകനായിട്ടാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളുടെ പരമ്പരയാണ് പിന്നീട് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഈ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ്. ധാരാളം പ്രവാചകന്മാര് ആ പരമ്പരയിൽ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ നായകന്മാരായി മനുഷ്യ സമൂഹത്തിന്റെ വഴികാട്ടികളായിട്ടൊക്കെ അവര് ദീർഘകാലം ലോകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു, ദൈവിക ദൗത്യം നിർവഹിച്ചുകൊണ്ട്. ഇത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണെങ്കിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അവസാനത്തെ പ്രവാചകൻ, ഏറ്റവും പ്രാധാന്യമുള്ള പ്രവാചകത്വ ദൗത്യം നിർവഹിച്ച അള്ളാഹുവിന്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പിറക്കുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കുടുംബ പരമ്പരയിലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹു ഈ 2 പേരുടെയും മേലും അവരുടെ സന്താന പരമ്പരകളിലും വലിയ അനുഗ്രഹങ്ങൾ നാം ചൊരിയുകയുണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വമിൻ ദുരിയതിഹിമ, ഇനി ഈ 2 പേരുടെയും സന്താന പരമ്പരകളില് മഹ്സുനുൻ വലാലിമുൻ, സുഹൃതവാനും ഉണ്ട്, അതുപോലെ അക്രമകാരികളായവരും ഉണ്ട്. ദൈവിക കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് നിർവഹിക്കാൻ മുതിർന്ന് രംഗത്ത് വന്ന സുഹൃതവാന്മാരായ ആളുകളുണ്ട്. അതേപോലെ തന്നെ ലാലിമുകളും, ലാലിമുല്ലി നഫ്സി, ആത്മദ്രോഹം ചെയ്ത ആളുകൾ, ലാലിമുല്ലി നഫ്സിഹി മുബീൻ, വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ആത്മദ്രോഹം ചെയ്ത അക്രമകാരികളായി മാറിയ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തില് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരുടെ ഇടയിൽ അടുത്ത ദ്രോഹികളായ അക്രമികളായ ധാരാളം പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ സുഹൃതവാന്മാരായ പ്രവാചകൻ ദൗത്യം പോലും നിർവഹിക്കുകയുണ്ടായ ധാരാളം പേരുണ്ടായിട്ടുണ്ട്.
ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ സന്താന പരമ്പരയിലും ഇതുപോലെ സുഹൃതവാന്മാരും അതുപോലെ ലാലിമുല്ലി നഫ്സി എന്ന് പറയാവുന്ന വിധത്തില് അക്രമത്തിന്റെ ആളുകളായി മാറിയവരും ഉണ്ട്. ഇത് പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നത് മക്കയിലെ ഖുറൈശി സമൂഹത്തെയാണ്. അവിടെ ഉണ്ടായിരുന്ന കുഫാറുകളെയും മുശ്രിക്കുകളെയും ഒക്കെയാണ്. അവരെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ ഏതൊരു ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ പേരിലാണോ അഭിമാനം കൊള്ളുന്നത്, ആ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ പാതയിലല്ല, ശീയത്തിലല്ല, അല്ലെങ്കിൽ ആ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ജീവിത മാർഗത്തിലല്ല നിങ്ങൾ നിലകൊള്ളുന്നത്. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ സന്താന പരമ്പരകളിൽ മുഹ്സിനുകളായി ജീവിച്ചവരുമുണ്ട്, നിങ്ങളെപ്പോലെ ലാലിമുകളായി ജീവിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ എന്തെങ്കിലും പിന്തുടർച്ച അവകാശപ്പെടാനുള്ള അർഹതയുള്ളവരല്ല എന്നൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. നന്മക്ക് വേണ്ടി സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരില്, അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പേരിലൊക്കെ അഭിമാനം കൊള്ളാനുള്ള അർഹതയുണ്ടാവുന്നത് എന്ന കാര്യമാണ് അള്ളാഹു പരോക്ഷമായിട്ട് മക്കയിലെ ആളുകളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 83 മുതൽ 113 വരെയുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ അതിലടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠനമാവാം എന്ന് സൂചിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.